ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ വോട്ടേഴ്സ് പോർട്ടലിൽ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് എന്ന ഓപ്ഷനാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പുതിയ പ്രോസസ്സിൽ സൈൻ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്യുന്നത്. അഡ്രസ്സോ നിയമസഭാ മണ്ഡലമോ മാറുന്ന സാഹചര്യത്തിലാണ് ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് എന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഫോം നമ്പർ 6 ഉപയോഗിച്ച് പുതിയ വോട്ടറെ ചേർക്കുന്ന വീഡിയോ ചാനലിൽ ലഭ്യമാണ്. സൈനും SIRഉം ഒക്കെ ഉള്ള ലേറ്റസ്റ്റ് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലിങ്ക് കൊടുത്തിരിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി കറക്ഷൻ ചെയ്യാനുള്ള പേജിലേക്ക് ഡയറക്റ്റ് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സൈറ്റ് അഡ്രസ് voters.eci.gov.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മുകളിൽ സൈനപ്പ് എന്നും സൈനപ്പിൽ പ്രസ് ചെയ്ത് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ലോഗിനിൽ പ്രസ് ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്നതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ്. രജിസ്ട്രേഷൻ ടൈമിൽ ഉപയോഗിച്ച മൊബൈൽ നമ്പറോ ഇമെയിലോ കൊടുത്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് റിക്വസ്റ്റ് OTP കൊടുത്ത ശേഷം ആ മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിനിൽ പ്രസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷവും നേരത്തെ കണ്ടതുപോലുള്ള പേജാണ് കാണിക്കുന്നതെങ്കിലും മുകളിൽ നമുക്ക് ലോഗിൻ ചെയ്ത് മനസ്സിലാകും. അതിനുശേഷം ഫോം നമ്പർ 8 ആണ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. ഇവിടെ നമുക്ക് ഫോം നമ്പർ 6 കാണാം. നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സൈറ്റിൽ നമ്മൾ ഫോം നമ്പർ 6 ഉപയോഗിച്ച് വോട്ട് ചേർക്കുന്നത്. അതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. അടുത്തത് ഫോം നമ്പർ 6A ആണ്. ഓവർസീസ് ഇലക്ടേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പ്രവാസി വോട്ടർമാരുടെ പേര് ചേർക്കാനുള്ളതാണ്. അതിൻ്റെ വീഡിയോ താമസിയാതെ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫോം നമ്പർ 8 ആണ് നോക്കുന്നത്. കറക്ഷനും ഷിഫ്റ്റിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഫോം നമ്പർ 8. ഞാനിവിടെ ഫോം നമ്പർ 8 എന്നുള്ളതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ നമുക്ക് സെൽഫ് നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളിൻ്റെ ആണോ അതല്ല മറ്റൊരാളിൻ്റെ ആണെങ്കിൽ അതർ ഇലക്ടർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ എപ്പിക് നമ്പർ വോട്ടർ ID നമ്പർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പിക് എന്നാൽ ഇലക്ഷൻ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ എന്നാണ്. അങ്ങനെ കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് മറ്റുള്ളവരുടെയും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എപ്പിക് നമ്പർ കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് വോട്ടറുടെ ഡീറ്റെയിൽസ് വരുന്നതും താഴെ OK കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് വോട്ടർ IDയിലെ പേരും ആധാറിലെ പേരും ഒന്ന് തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യണം. താഴെ അത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. നമ്മളിന്നിവിടെ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് മാത്രമാണ് നോക്കുന്നത്. നിയമസഭാ മണ്ഡലത്തിനുള്ളിലും അതുപോലെ നിയമസഭാ മണ്ഡലത്തിന് പുറത്ത്, അതായത് മറ്റൊരു നിയമസഭാ മണ്ഡലത്തേക്ക് മാറിപ്പോകുന്നതും സ്റ്റേറ്റ് മാറുന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടതാണിത്. ചുരുക്കത്തിൽ നിലവിലുള്ള വോട്ടർ IDയിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ നോക്കുന്നത്. താഴെ കറക്ഷൻസ് ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മളിവിടെ നോക്കുന്ന ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് ആണ്. അതായത് അഡ്രസ്സ് മാറ്റുന്നതിനെ കുറിച്ചുള്ളതാണ്. ഇവിടെ നമ്മൾ ഷിഫ്റ്റിങ്ങിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്താൽ താഴെ 2 ഓപ്ഷൻസ് ഉണ്ട്. വിത്തിൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയും ഔട്ട്സൈഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയും. നമ്മൾ ഇപ്പോൾ മാറി താമസിക്കുന്നത് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന് അകത്ത് തന്നെയാണെങ്കിൽ ആദ്യത്തേത് കൊടുക്കണം. അതെല്ലാം മറ്റൊരു നിയമസഭാ മണ്ഡലത്തേക്ക് മാറിയാണ് താമസിക്കുന്നതെങ്കിൽ ഔട്ട്സൈഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൊടുക്കണം. ആദ്യത്തേത് കൊടുത്ത് താഴെ OK കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ മുകളിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നേരെ നമ്മൾ താഴേക്ക് വരണം. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ മൊബൈൽ നമ്പരോ ആധാർ നമ്പരോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളവർ അത് ചെയ്യണം. ഞാനിവിടെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് എന്ന് കാണാം. അവിടെ നമുക്ക് പ്രസൻറ്റ് അഡ്രസ്സ്, ഇപ്പോഴത്തെ അഡ്രസ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിൻകോഡും താലൂക്കും ഒക്കെ കൊടുക്കണം. താഴെ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കണം. മലയാളത്തിൽ മുകളിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ടാബ് കീയിൽ പ്രസ് ചെയ്താൽ താഴെ മലയാളം വരും. മലയാളത്തിൽ ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഫോം നമ്പർ 6 ഉപയോഗിച്ച് പുതിയ വോട്ടറെ ചേർക്കുന്ന വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കീബോർഡൊക്കെ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ താഴെയുള്ള മംഗ്ലീഷ് കീബോർഡ് എടുത്ത് ടൈപ്പ് ചെയ്യാം. സംശയമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. പുതിയ വോട്ടറെ ചേർക്കുന്ന ഏറ്റവും പുതിയ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ യുടെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം.
അങ്ങനെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം അത് പ്രൂവ് ചെയ്യുന്ന ഒരു രേഖ തൊട്ട് താഴെ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ ആധാർ, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവയിലൊന്നും അല്ലെങ്കിൽ എനി അതർ ഡോക്യുമെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ പേര് കൊടുക്കാം. അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പിയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആധാറാണെങ്കിൽ ഇരുപുറവും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഫാമിലിയിലെ മറ്റാരുടെയെങ്കിലും പ്രൂഫും ഉപയോഗിക്കാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 MB താഴെയുള്ള PDF, JPG ഫോർമാറ്റിലുള്ള ഫയലുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓരോ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തെങ്കിലേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്ലേസ് ഒക്കെ കൊടുത്തതിന് ശേഷം താഴെ വന്ന് ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അവിടെ അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ വന്ന് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോയി നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കാവുന്നതാണ്. ഇനി നമുക്ക് ഔട്ട്സൈഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ നോക്കിയിട്ട് തുടർന്നുള്ളത് ചെയ്യാം. എല്ലാത്തിനും ഇതുവരെ വന്നിട്ട് ഒരുപോലെയാണ് ചെയ്യേണ്ടുന്നത്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മാറി മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലേക്ക് താമസം മാറുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഔട്ട്സൈഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്ത് താഴെ ഓക്കെ കൊടുത്ത് മുന്നോട്ട് വന്നതിന് ശേഷം ആദ്യം സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഇപ്പം കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇവിടെ കേരള തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇവിടെ വരുന്നത്. ആ കോൺസ്റ്റിറ്റ്യുവൻസി വരുന്ന ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ കൊടുക്കണമെന്നില്ല. തൊട്ട് വലത് സൈഡിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുത്ത് കൊടുത്താലും ആ നമ്പർ അവിടെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഞാനിവിടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അറിയാവുന്നത് കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ തൊട്ടിപ്പുറത്ത് ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുത്ത് കൊടുത്താൽ മതി. അതായത് പ്രസൻറ്റ് അഡ്രസ്സിലുള്ള നിയമസഭാ മണ്ഡലമാണ് അവിടെ കൊടുക്കേണ്ടുന്നത്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തൊട്ട് താഴെയായിട്ട് നെയിം ഓഫ് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എനേബിൾ അല്ല, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി. ഈ ഒരു പ്രോസസ്സിന് ഇത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വന്നതിന് ശേഷം പുതിയ അഡ്രസ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ കൊടുത്തതിന് സമാനമായിട്ടാണ് പുതിയ അഡ്രസ്സ് കൊടുക്കേണ്ടുന്നത്. പ്രസൻറ്റ് അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് നേരത്തെ കണ്ടതുപോലെ ലിസ്റ്റ് അവിടെ വരുന്നതാണ്. അതിലൊന്ന് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇപ്പോഴത്തെ ജില്ലയും ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കണം. ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടത് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്റ്റാർ മാർക്കുള്ളതെല്ലാം കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടുന്നതാണ്. കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്നവർക്ക് ഈ 2 പ്രോസസ്സേ ഉള്ളൂ. മുകളിൽ കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്നത് തിരഞ്ഞെടുത്ത് കൊടുക്കുക, ജില്ലയൊക്കെ കൊടുക്കുക. താഴെ വന്ന് ഇപ്പോഴത്തെ പ്രസൻറ്റ് അഡ്രസ്സാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മൾ പാസ്പോർട്ടിന് ഉപയോഗിക്കുന്നത് പോലെ വോട്ടർ ID ക്ക് പ്രസൻറ്റ് അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. നിയോജക മണ്ഡലം മാറാത്തവർക്ക് അഡ്രസ്സ് മാറുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വീണ്ടും താഴേക്ക് വരികയാണ് വേണ്ടുന്നത്. തുടർന്ന് മുകളിൽ പ്രസൻറ്റ് പ്ലേസ് ഒക്കെ കൊടുത്ത് ഡേറ്റ് ഓട്ടോമാറ്റിക് വരുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള ക്യാപ്ച കോഡ് എന്താണ് കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്നൊരു പ്രിവ്യൂ വരുന്നതാണ്. ഇവിടെ നമുക്ക് വായിച്ച് നോക്കാം. തുടർന്ന് താഴെ വന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഈ സൈൻ ആൻഡ് സബ്മിറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. തുടർന്ന് ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് വീണ്ടും പോവുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം കുറച്ചൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. തുടർന്ന് ഈ സൈൻ്റെ പേജിൽ നമ്മൾ പ്രവേശിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിയോജക മണ്ഡലം മാറാൻ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ആധാർ മൊബൈലുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അതിനുശേഷം അവിടെ നമ്മൾ സെൻഡ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ ആ മൊബൈലിലേക്ക് OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ ഓട്ടോമാറ്റിക് ടിക്ക് മാർക്ക് വരും. അതിനുശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും നമുക്കൊരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതുമാണ്. ഈ റെഫറൻസ് നമ്പർ പിന്നീട് നമുക്ക് മൊബൈലിലേക്ക് മെസ്സേജായിട്ട് വരും. വീണ്ടും നമുക്ക് എടുക്കണമെങ്കിൽ ഈ SMS നിന്ന് എടുക്കാനേ പറ്റൂ. സൈറ്റിൽ നിന്നും എടുക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ താഴെ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുണ്ട്. ആ അക്നോളജ്മെൻറ്റിൽ പ്രസ് ചെയ്ത് അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഒരു സംശയമായിട്ടുള്ള ഒരാൾ ചോദിച്ചിരുന്നത് അക്നോളജ്മെൻറ്റ് നമ്പരും റെഫറൻസ് നമ്പരും ഒന്ന് തന്നെയാണോ എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പേജിൻ്റെ മുകളിൽ അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന റെഫറൻസ് നമ്പറുണ്ട്. ഇനി നമുക്ക് ഹോം പേജിൽ വന്ന് ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കി നമുക്കുള്ള ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുവാനും അതുപോലെ തന്നെ ഈ എപ്പിക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഒക്കെ സാധിക്കും. അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ എപ്പിക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ BLO സമീപിക്കാവുന്നതാണ്. ഇവിടെ റെഫറൻസ് നമ്പർ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.